ഓം നമ ശിവായ. നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളത്തിൻ്റെ പ്രതിദിന ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ജൂൺ മാസം 24 ബുധനാഴ്ച ദിവസം വസുമത് യോഗം എന്ന് പറയുന്ന രാജയോഗ അനുഭവങ്ങൾ കൊണ്ട് കുറേ നാളുകാർക്ക് ധനപരമായിട്ടുള്ള വൻ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഞാൻ ആദ്യമേ പറയും. അതിനുശേഷം ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളും പങ്കുവയ്ക്കും. അപ്പോൾ എല്ലാവരും കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരുടെ കാര്യമാണ് പറയുന്നത്. ഇവരെ സംബന്ധിച്ച് ഈ ബുധനാഴ്ച ദിവസം സർക്കാർ ജോലിയിലുള്ളവർക്കൊക്കെ ഉന്നതമായ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമാണ്. കീർത്തി ഉണ്ടാകുന്ന ദിവസമാണ്. ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. വാഹന ഭാഗ്യം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങൾ മെച്ചമാകണമെന്നില്ല. ബന്ധുക്കളുടെ സ്നേഹം കുറവായിരിക്കാം, അല്ലെങ്കിൽ ബന്ധു സഹകരണം കുറവായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട്. മാതൃസ്നേഹം കൂടുതലായിട്ട് വന്നു ചേരുന്ന ഒരു ദിവസമാണെങ്കിലും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വർത്തമാനം കൊണ്ടോ അല്ലെങ്കിൽ അവർ മുഖേനയോ ഒക്കെ മാതാവുമായിട്ട് അകൽച്ചയിൽ എത്തിച്ചേർന്ന് മാതാവുമായിട്ട് അകന്നു കഴിയുവാൻ സാധ്യതയുള്ളൊരു ദിവസവുമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ശത്രുതയാണ് അവിടെ ഉണ്ടാകുന്നൊരു വിഷയം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് ഈ കൂടുതലായിട്ടും മേടക്കുറുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം അനുഭവപ്പെടുക. തൊഴിൽപരമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അഭിപ്രായ വ്യത്യാസമായിട്ട് മാറാം. കുടുംബം തന്നെ എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും തൃപ്തികരമായ അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും ലഭിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കി ഈ മേടക്കുറുകാർ ഈ ബുധനാഴ്ച ദിവസം ജീവിക്കുക. ഇനി ഇടവക്കുറാണ്. ഇടവക്കുറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം 2 പാദം നാളുകാർക്ക് ദാമ്പത്യ ജീവിതം കൊണ്ട് തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. കുടുംബം, ധനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ക്ലേശം ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധം സുഖകരമായിരിക്കണമെന്നില്ല. കച്ചവടക്കാരായിട്ടുള്ളവർക്കൊക്കെ അനുകൂലമായ ദിവസമാണ്. തൊഴിൽ രംഗം, കച്ചവടമായിട്ടുള്ളവർക്കൊക്കെ വളരെ അനുകൂലമായ ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുഭവിക്കാനും കഴിയും. പക്ഷെ പ്രധാനമായിട്ടും കുടുംബം, ധനം, ദാമ്പത്യം എന്നീ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിക്താനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യത. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നല്ല അനുഭവങ്ങൾ വന്നാലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. സൂക്ഷിക്കുക. ഇനി മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകീരം 2 പാദം, തിരുവാതിര, പുണർത, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് കുടുംബം, ധനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടും വീട്, വസ്തു, വാഹനം, ഭൂമി, മാതാവ് എന്നിവ സംബന്ധിച്ചും പരിവർത്തന രാജയോഗ തുല്യമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ കുടുംബം, ധനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വീട് വിട്ട് തൊഴിൽ സംബന്ധമായിട്ട് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. തൊഴിൽ രംഗം അനുകൂലമായി നിൽക്കും. അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ ചെറിയൊരു പോരായ്മ എന്ന് പറയുന്നത് അന്യദേശവാസം അല്ലെങ്കിൽ വീട് വിട്ട് മാറി താമസിക്കുക. പിന്നെ ചിലരുടെയൊക്കെ ദാമ്പത്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ രാജയോഗ തുല്യമായ അനുഭവങ്ങളായി വന്നു ചേരുന്നു. അതാണ് ഇവിടുത്തെ വലിയൊരു നേട്ടം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുഭവിക്കാൻ കഴിയും. വിദേശങ്ങളിലൊക്കെ പോകുന്നവർക്ക് നല്ല ദിവസം തന്നെയാണ്. അപ്പോൾ അങ്ങനെ തരക്കേടില്ലാത്ത അനുഭവങ്ങൾ തീർച്ചയായിട്ടും കർക്കിടകക്കുറുകാർക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. ഭാഗ്യം കൊണ്ടും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ കൊണ്ടും സ്ത്രീകളെ കൊണ്ടും സുഹൃത്തുക്കൾ, സഹോദരങ്ങളെ കൊണ്ടും അറിവ് കൊണ്ടും വിദ്യ കൊണ്ടും ജ്ഞാനം കൊണ്ടും സ്വന്തം കഴിവ് കൊണ്ടും ഒക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. ചിലരുടെ ജീവിതത്തിൽ ശത്രുതകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള അറിവും വേണം. കാരണം ബുധൻ കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നത്. ബുധൻ നിൽക്കുന്നത് ബുധനാഴ്ച ദിവസത്തിന് അധിപനായ ബുധൻ ശത്രുക്ഷേത്രമായ കർക്കിടകൻ രാശിയിലാണ്. അപ്പോൾ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ശത്രുതകൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ആ ഒരു അറിവോടും കൂടി ജീവിക്കുക. പൂർണ്ണമായിട്ടും നല്ല നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേരേണ്ടത്. എന്നാൽ വന്നു ചേരാത്തവർ മനസ്സിലാക്കുക, ശത്രുത കൊണ്ടാണ് തങ്ങൾക്ക് ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയതെന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാം. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് ധനപരമായിട്ട് വലിയ നേട്ടം ഉണ്ടാകത്തില്ല എങ്കിലും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്ന അനുഭവങ്ങൾ വന്നിരുന്നൊരു ദിവസമാണ്. അറിവുകൊണ്ട് സ്വന്തം അറിവിനെ മറ്റുള്ളവർ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ധനപരമായിട്ടുള്ള വലിയ നേട്ടം ഉണ്ടായില്ലെങ്കിൽ പോലും ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങളും ധനവും ഉണ്ടായില്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കുന്നൊരു ദിവസമാണ്. ഒരു പ്രവൃത്തി ചെയ്ത് അവിടെ വിജയമുണ്ടായി മറ്റുള്ളവരുടെ പ്രശംസയും ആദരവും ഒക്കെ ലഭിക്കും. പക്ഷേ ധനസംബന്ധമായിട്ടുള്ള വലിയ പ്രോഫിറ്റ് അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ്. സുഖവും ധനവും ഒക്കെ വന്നിരുന്നൊരു ദിവസമാണ്. ഉദ്യോഗം കൊണ്ടും കച്ചവടം കൊണ്ടും ഒക്കെ വലിയ നേട്ടങ്ങളൊക്കെ ധനം സമ്പാദിക്കാൻ കഴിയുന്നൊരു ദിവസമാണ്.
നല്ല ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. വസുമദ്യോഗം എന്ന് പറയുന്ന രാജയോഗത്തിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ കന്നിക്കുറിൽപ്പെട്ട ഉത്തരമുക്കാല്, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ജനനസമയത്ത് ബുധനും ശുക്രനും വ്യാഴവും ഒക്കെ അനുകൂലമായിട്ടുള്ളവർക്കൊക്കെ വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. ഈ 3 ഗ്രഹങ്ങളാണ് ഇവർക്ക് വാരിക്കോരി കൊടുക്കുന്നത്. ബുധൻ, ശുക്രൻ, വ്യാഴം, ഇവർ 3 ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കന്നിക്കുറുകാർക്ക് വൻ നേട്ടങ്ങളാണ്. ജനിച്ച സമയത്ത് ഈ 3 ഗ്രഹങ്ങളും 12ാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ വസുമദ്യോഗം എന്ന് പറയുന്ന രാജയോഗം തന്നെ അവർക്കുണ്ടാകുന്നു. ഒരിക്കലും ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകത്തില്ല, ധനം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല, ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല. ജനിച്ച സമയത്ത് ഈ 3 ഗ്രഹങ്ങളും ബുധൻ, ശുക്രൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ളവർക്കൊക്കെ വസുമദ്യോഗ രാജയോഗ ഫലമാണ് ഈ ബുധനാഴ്ച ദിവസം അനുഭവപ്പെടുക. തീർച്ചയായിട്ടും ജീവിതം ഉന്നതമായ നിലയിൽ എത്തിച്ചേരുവാനുള്ള ഒരു തുടക്കം കുറിക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ കന്നിക്കുറുകാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ജനിച്ച സമയത്ത് ബുധൻ, ശുക്രൻ, വ്യാഴം എന്നീ 3 ഗ്രഹങ്ങളും ദോഷം ചെയ്യാത്തവരാണെങ്കിൽ മാത്രമേ ഈ പരിവർത്തന രാജയോഗത്തിൻ്റെതായിട്ടുള്ള ഫലം പൂർണ്ണമായിട്ടും ലഭിക്കുകയുള്ളൂ എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വക്കീലന്മാർക്കൊക്കെ വളരെ അനുകൂലമായ ദിവസമാണ്. നല്ല പേരെടുക്കാൻ അനുകൂലമായ ദിവസമാണ്. സ്വന്തം കഴിവുകൊണ്ട് കഴിവ് തെളിയിച്ച് ലോകത്തിന്റെ മുമ്പിൽ അംഗീകാരം നേടി പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ അനുകൂലമായ ദിവസമാണ്. കച്ചവടക്കാർക്കും ഒക്കെ അനുകൂലമായ ദിവസമാണ്. അതുപോലെ തന്നെ കല, സാഹിത്യം, ഗണിതം എന്നിവയിൽ ശോഭിക്കുവാനും അനുകൂലമായ ദിവസമാണ്. അങ്ങനെ സുഖവും സൗകര്യങ്ങളും സുഖാനുഭവങ്ങളും ഒക്കെ ആർജിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നല്ല അനുഭവങ്ങൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, തുലാക്കൂറുകാരെ സംബന്ധിച്ച് ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, അഞ്ചം, കേട്ട നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും കഴിവ് തെളിയിക്കുന്ന ഒരു ദിവസമാണ്. ബുദ്ധിപരമായിട്ടുള്ള സാമർഥ്യം കാണിക്കുന്ന ഒരു ദിവസമാണ്. വിദ്യ കൊണ്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. കീർത്തിയും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ധനപരമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ഉചിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇങ്ങനെ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പക്ഷെ എങ്കിലും ശത്രുതയൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസം കൂടിയാണ്. മറുവശവും കൂടെ ചിന്തിക്കണം. ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഇറങ്ങി നേട്ടം വന്നാലും അക്കൂടെ തന്നെ ആ നേട്ടത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്നതിലപ്പുറമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. അത് ശത്രുതയാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അസൂയയാകാം, ഏഷണിയാകാം. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളും ഇതോടൊപ്പം തന്നെ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാടം, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് പ്രശസ്തിയും പ്രതാപവും ആരോഗ്യവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. നല്ല മേധാവിത്വ മനോഭാവത്തോടു കൂടി ഏതൊരു കാര്യത്തിൽ ഇടപെടുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. പക്ഷേ എങ്കിലും ബുധനാഴ്ച ദിവസത്തിന്റെ അധിപനായ ബുധൻ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നു ചേർന്ന് ശത്രുതയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായിട്ടും തൃപ്തികരമായ അനുഭവങ്ങൾ ഈ ധനുക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല ഈ ബുധനാഴ്ച ദിവസം. ധനുക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ അവിടെ അതോടൊപ്പം തന്നെ പരസ്പരം ശത്രുതയും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പല പ്രയാസങ്ങൾ, ധനനഷ്ടം, അന്യദേശവാസം, അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ധനുക്കൂറുകാർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞു ജീവിക്കേണ്ടത്. കാരണം നേട്ടങ്ങൾ മാത്രം എന്ന് പറഞ്ഞ് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. നേട്ടങ്ങൾ ഉണ്ടായാലും അവിടെ ശത്രുതയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകാനാണ് സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ശത്രുതകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് മകരക്കൂറുകാരൊക്കെ ശ്രദ്ധിക്കണം. 12ാം ഭാവത്തിന്റെ നഷ്ടഭാവത്തിന്റെ അധിപനാണ് 7 നിൽക്കുന്നത്. ബുധൻ കർക്കിടകൻ രാശി നിൽക്കുന്നു, ശുക്രൻ കർക്കിടകൻ രാശി നിൽക്കുന്നു. ഭാഗ്യക്കേടുകൾ ഉണ്ടാകാം, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാം, ശത്രുത അനുഭവങ്ങൾ ഉണ്ടാകാം. ഇവിടുന്നും ഒക്കെ പലവിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേർന്ന് ഭാരപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ്. വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് അത്ര നല്ല അനുഭവങ്ങളിലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല.
കലഹമുണ്ടാകാം, കേസുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, ദേഷ്യമുണ്ടാകാം, നല്ല കാര്യങ്ങൾക്ക് തോന്നുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ട് അതുവഴി ധനം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ സഹകരണം കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. തിക്താനുഭവങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യത. ശത്രുതയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ശത്രുതയാൽ രോഗം, കടം, ശത്രുത എന്നിവയാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. ശത്രുതയാൽ രോഗം വന്ന് മൂർച്ഛിക്കുവാൻ സാധ്യതയുണ്ട്. കടഭാരത്താൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു ദിവസമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. പ്രതീക്ഷയ്ക്കൊത്ത് വലിയ ജീവിതവിധിയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ദശാകാലത്തിൻ്റെ സമയനേട്ടമോ അപകാരത്തിൻ്റെ സമയനേട്ടം കൊണ്ടോ ഒക്കെ ചിലർക്കൊക്കെ നല്ല അനുഭവങ്ങളും വന്നു ചേരും. അത് വേറെ രീതിയിലാണെന്നുള്ളത് മാത്രം അറിഞ്ഞിരിക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാലത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വിദ്യ കൊണ്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. കാര്യവിജയം അനുഭവപ്പെടുന്ന ദിവസമാണ്. സുഖ അനുഭവങ്ങൾ വർദ്ധിക്കും, സമ്പത്ത് വർദ്ധിക്കും, പെൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ലഭിക്കും, സൂത്രപരമായിട്ടുള്ള നീക്കങ്ങൾ കൊണ്ട് ബുദ്ധിപരമായിട്ടുള്ള വിജയം കൈവരിക്കും. അപ്പോൾ ബുദ്ധി കൊണ്ട് ധനം ഉണ്ടാക്കാൻ കഴിയും, ബുദ്ധി കൊണ്ട് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നൊരു ദിവസമാണ്. വലിയ പരാജയങ്ങളൊന്നും വന്നു ചേരത്തില്ല. ചെറിയ രീതിയിലുള്ള മോശങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ബുദ്ധിപരമായിട്ടുള്ള വിജയം കാഴ്ചവെച്ച് ജീവിതാഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കുവാൻ പരമാവധി മീനക്കൂറുകാർ ശ്രമിക്കുന്ന ഒരു ദിവസവുമാണെന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. അവരുടെ സാമർഥ്യം അവർ തെളിയിക്കും, അതാണ് ഇതിൻ്റെ കാര്യം. പിന്നെ ചിലരൊക്കെ ശത്രുതയെ ഇല്ലാതാക്കാൻ വേണ്ടി മന്ത്രതന്ത്ര കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുവാനും സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും മീനക്കൂറുകാർക്ക് ലഭിക്കുക. ഇനി ഈ ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകൾ പങ്കുവയ്ക്കാം. 1201 ആണ്ട് മിഥുനമാസം 10-ാം തീയതിയാണ് ബുധനാഴ്ച ദിവസം. ഉദയാൽപരം തിഥി ദശമി തീയതിയാണ്. ദശമി തീയതി ബുധനാഴ്ച സന്ധ്യാസമയം 6:16 വരെ ഉണ്ട്. ഉദയാൽപരം നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രം തുലാക്കൂറിൽപ്പെട്ട ചിത്ര നക്ഷത്രത്തിന്റെ അവസാന 2 പാദങ്ങളാണ്. അപ്പോൾ ഈ ചിത്ര നക്ഷത്രം ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 2:01 അവസാനിക്കും. പിന്നീട് തുലാക്കൂറിൽപ്പെട്ട ചോതി നക്ഷത്രം ആരംഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചിത്ര നക്ഷത്രപ്രകാരം ഉത്രട്ടാതി, പൂരാടം, ചിത്തിര, മകയിരം, തിരുവാതിര, പൂരം, ഭരണി, അവിട്ടം, അനിഴം, പൂയം, അത്തം എന്നീ നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, അനിഴം, കേട്ട നാളുകാർ, മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാർ, ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകരം 2 പാദം നാളുകാർ, ഉത്രം, മകം, പുയ എന്നീ നാളുകാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. എപ്പോൾ വരെയാണ്? ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 2:01 വരെയുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 2:01 വരെ ചിത്ര നക്ഷത്രമുണ്ട്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര നക്ഷത്രം ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 2:01 വരെയുണ്ട്. ഈ ചിത്ര നക്ഷത്രപ്രകാരമുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 2:01 മുതൽ ചോതി നക്ഷത്രം ആരംഭിക്കുന്നുണ്ട്. ചോതി നക്ഷത്രപ്രകാരം തൃക്കേട്ട, ചോതി, ചിത്തിര, പൂരാടം, അവിട്ടം, ചതയം, മകയിരം, തിരുവാതിര, ഉത്രം, മക എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ തുലാക്കൂറിൽപ്പെട്ട ചോതി നക്ഷത്ര സമയത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, അനിഴം, കേട്ട നാളുകാർ, അതുപോലെ തന്നെ മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാർ, ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകരം 2 പാദം നാളുകാർ. അപ്പോൾ എന്നീ നാളുകാർക്കൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അത്തം, അതുപോലെ തന്നെ പൂരം, അതുപോലെ തന്നെ ആയില്യം എന്നീ നാളുകാർക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം രാവിലെ 6:08 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയത്തും ഉച്ച കഴിഞ്ഞ് 1:38 മുതൽ വൈകുന്നേരം 4:38 വരെയുള്ള സമയത്തും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാവുന്നതാണെന്ന് ജ്യോതിഷം ഉറപ്പിക്കുന്നുണ്ട്. ഇനി സംഖ്യാശാസ്ത്രം പറയുന്നു. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 24 ഒറ്റസംഖ്യയാക്കുമ്പോൾ 6 വരും. ഏതൊരു മാസം 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ദിവസമാണ്. ആയതിനാൽ എല്ലാവരും ചുവപ്പ്, പച്ച, കടുനില നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഇപ്രകാരമുള്ള വസ്ത്രധാരണം കൊണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. ഇനിയും ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 2:01 വരെ ഈ ചിത്തിര അവസാന 2 പാദ നക്ഷത്രം വെച്ച് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന ആളുകാർ ഉത്രട്ടാതി, പൂരാടം, ചിത്തിര, മകയിരം,
പൂരം, ഭരണി, അവിട്ടം, അനിഴം, പൂയം, അത്തം എന്നീ നാളുകാർക്ക് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണി 1 മിനിറ്റ് വരെ ഏർപ്പെടാവുന്നതാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഏതൊക്കെ നാളുകാർക്കാണെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഉത്രട്ടാതി, പൂരാടം, ചിത്തിര, മകയിരം, പൂരം, ഭരണി, അവിട്ടം, അനിഴം, പൂയം, അത്തം. ഇത്രയും നാളുകാർക്കാണ് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുക. എപ്പോൾ വരെയാണ്? ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണി 1 മിനിറ്റ് വരെ ചിത്ര നക്ഷത്രപ്രകാരം. പിന്നെ ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണി 1 മിനിറ്റ് മുതൽ ചോതി നക്ഷത്രമാണല്ലോ. ചോതി നക്ഷത്രപ്രകാരം ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാർ: തിരുവാതിര, രേവതി, ചോതി, ഉത്രാടം, ഉത്രം, ആയില്യം, കാർത്തിക, തൃക്കേട്ട, ചതയം, ചിത്തിര. ഇത്രയും നാളുകാർക്ക് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണി 1 മിനിറ്റ് മുതൽ ചോതി നക്ഷത്രപ്രകാരം ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടാൻ അനുകൂലമായ സമയമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളായിട്ടും നക്ഷത്രപരമായിട്ടും ഒക്കെ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവനെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. എല്ലാവരെയും മഹാദേവനെ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം.